ഒരു ബയർക്ക് പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഓപ്ഷൻസ്. One is educate themselves really, really well how to buy that property or approach a buyer's agent. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ഒരുപാട് നോളജും നമ്മുടെ ചുറ്റുമുണ്ട്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലെ മീഡിയ വഴി ഒരുപാട് നമുക്ക് നോളജ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പലർക്കും കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. പലരും അത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ടൂളും കൂടിയാണ് ഓസ്ട്രേലിയയിൽ. എൻ്റെ പേര് രാകേഷ്. ഞാൻ ഐ എം എ CEO ഓഫ് കോസ്റ്റ്ലൈൻ അസറ്റ്സ് ബയേഴ്സ് ഏജൻസി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ മെൽബൺ ബേസ്ഡ് ആയിട്ട് ഈ ബയേഴ്സ് ഏജൻസി ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇന്ന് എൻ്റെ കൂടെ കിരൺ ഉണ്ട്. കിരൺ കോസ്റ്റ്ലൈൻ അസറ്റ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ചെയ്യുന്ന ആളാണ്. സോ കിരൺ ഡിസ്കസ്ഡ് ദാറ്റ് ദർ ആർ ഫ്യൂ ക്വസ്റ്റ്യൻസ്. അതായത് സാധാരണക്കാരിൽ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ കിരൺ എന്നോട് ചോദിക്കാനുണ്ടെന്ന്. സോ ഐ എം ജസ്റ്റ് വെൽക്കമിങ് കിരൺ ടു ദിസ് ചാനൽ. കിരൺ, വെൽക്കം. ഹൗ ആർ യു ഡൂയിങ് ടുഡേ? Thank you, Rakesh. I am very good today. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 3 വർഷം കഴിയുന്നു. കോസ്റ്റ് ലൈൻ അസറ്റ്സിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നാച്ചുറലായിട്ട് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോഴും നമുക്ക് തന്നെ തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത്. അതിലെനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ഈ ബയേഴ്സ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ആരാണ് ഒരു ബയേഴ്സ് ഏജൻറ്റ്? വളരെ ബേസിക്കാണ്, അതിനൊരു ആൻസർ. അതാണ് എനിക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ഒരു ബയേഴ്സ് ഏജൻറ്റിന് വേണ്ടത് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് ലൈസൻസ് ആണ്, ഒരു ബയേഴ്സ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ ബേസിക്കലി ഫ്രം എ ലൈസൻസ് ഓർ ഒരു സർട്ടിഫിക്കേഷൻ പെർസ്പെക്റ്റീവ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു സെയിൽസ് ഏജൻറ്റിനും ബയേഴ്സ് ഏജൻറ്റിനും ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലൈസൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഒന്നുകിൽ സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ബൈ ചെയ്യാനോ പാടുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്താൽ അതിന് ദർ ഈസ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ബയേഴ്സ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബയ്യറിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു മാർക്കറ്റിൽ ഒരു സർവീസ് കൊടുക്കുന്ന ആളാണ് ബയേഴ്സ് ഏജൻറ്റ്. അതായത് ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടക്കാൻ നേരത്ത് ഒരു സെല്ലറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എപ്പോഴും ഒരു സെല്ലിംഗ് ഏജൻറ്റും ഒരു ബയ്യറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ബയേഴ്സ് ഏജൻറ്റും അവൈലബിൾ ആണ്. അപ്പം പിന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു ഈ സെല്ലിംഗ് ഏജൻറ്റിന് കാശ് കൊടുക്കുന്നത് സെല്ലറാണ്. അപ്പോൾ ഒരു സെല്ലിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു റീറ്റെയിൽ ബയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലൊക്കേഷൻ്റെ അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് എന്ത് വില കൊടുക്കണം എന്ന അഡ്വൈസ് കൊടുക്കാനോ ഒന്നും സെല്ലേഴ്സ് ഏജൻറ്റ് ആക്ച്വലി ദേ ആർ നോട്ട് എലിജിബിൾ, ബിക്കോസ് അവർക്ക് ഓൾറെഡി ദേ ആർ പെയ്ഡ് ബൈ ദ സെല്ലർ, നോട്ട് ബൈ ദ ബയർ. അപ്പോൾ ഈ ബയേഴ്സ് ഏജൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫുള്ളി ഓൺ ദ ബയർ സൈഡ് അവരുടെ ബയറുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഈ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനിൽ എത്രത്തോളം നന്നായി ഹെൽപ്പ് ചെയ്യാനും ആ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്താനും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റ്. ദാറ്റ്സ് വാട്ട് ദിസ് ബയേഴ്സ് ഏജൻറ്റ് ഇൻ ജനറൽ ഇൻ ദ എൻ്റയർ ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി ഇൻഡസ്ട്രി. അത് ക്ലാരിഫൈഡ് ആണോ കിരൺ? അതിനെക്കുറിച്ചൊരു ഐഡിയ ആയി. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബയേഴ്സ് ഏജൻറ്റിൻ്റെ റോള് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ബയേഴ്സ് ഏജൻറ്റിലേക്ക് നമ്മളൊരു ഇഫ് സപ്പോസ് ഞാനൊരു വീട് വാങ്ങാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഏതൊരു ഘട്ടത്തിലാണ് ഒരു ബയേഴ്സ് ഏജൻറ്റിനെ സമീപിക്കേണ്ടത്? അപ്പോൾ ഒരു ബയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ whenever they are financially ready, അതായത് അവർക്ക് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മിനിമം ഡെപ്പോസിറ്റ് റെഡി ആയിരിക്കുന്ന സമയം, വിച്ച് ഈസ് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഒരു 100,000 or 120,000 എങ്കിലും മിനിമം ക്യാഷ് അവൈലബിൾ ആണെങ്കിൽ അത് ചിലപ്പം അത് സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ താമസിക്കുന്ന വീടിൻ്റെ ഇക്വിറ്റി ആയിട്ടും ഒക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു മിനിമം എമൗണ്ട് റെഡി ആണെങ്കിൽ പ്ലസ് അവർക്ക് ഒരു ബോറോയിങ് പവർ, ലെറ്റ്സ് വാട്ട് എവർ ദാറ്റ് ഈസ്, മേ ബി ഒരു 500,000 or 600,000 എന്തെങ്കിലും ഒരു ബോറോയിങ് പവർ അവർക്ക് ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ടൈം വെൻ ദേ ഷുഡ് ലുക്ക് ഇൻ ടു എ പ്രോപ്പർട്ടി മാർക്കറ്റ്. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിലോട്ട് അവർക്ക് എൻ്റർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ
ദാറ്റ്സ് പ്രോബ്ലി ദ ടൈം ടു എൻഗേജ് എ ബയേഴ്സ് ഏജന്റ്. അതിനകത്ത് ദെൻ ആസ്ക് ദ ക്വസ്റ്റ്യൻസ്, എങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യണം, അതുപോലെയുള്ള കാര്യങ്ങൾ ചിലപ്പം ഒരു ബയേഴ്സ് ഏജൻറ്റ് സാധാരണ ഒരു ബയർ നോക്കിക്കാണുന്നതിനേക്കാൾ നല്ല രീതിയിൽ ആ ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യാനും കൂടി ഈ ബയേഴ്സ് ഏജൻറ്റ് ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് പ്രോബ്ലി വെൻ എവർ യു ആർ ഫിനാൻഷ്യലി റെഡി ആൻഡ് യു ആർ മെൻ്റലി റെഡി ടു മേക്ക് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോം, ദാറ്റ്സ് പ്രോബ്ലി ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് എ ബയേഴ്സ് ഏജൻറ്റ്. അടുത്തതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ഒരു ബയേഴ്സ് ഏജൻറ്റിനെ സമീപിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഐ മീൻ ബയേഴ്സ് ഏജൻറ്റിനെ കുറിച്ചൊന്നും അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ, അയാൾ ഇപ്പോൾ ഒരു വീട് വാങ്ങാനുള്ള എല്ലാം സെറ്റായി, അപ്പം ആൾ തന്നെ റിസർച്ച് ചെയ്യുന്നു, ആൾ തന്നെ എല്ലാം അന്വേഷിക്കുന്നു. അപ്പം പൊതുവേ നമ്മളിപ്പോൾ കേരളീയരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നു, അതിനു വേണ്ടിയുള്ള റിസർച്ചുകളൊക്കെ ചെയ്ത് അതിൻ്റെ എല്ലാ പരിചയമുള്ള ഒരാൾ ഇവിടെ വന്ന് ഒരു വീട് വാങ്ങുമ്പോഴും സ്വന്തമായി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ എന്നൊരു തോട്ടായിരിക്കും ആദ്യം പോവുക. അങ്ങനെ ഒരു തോട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ബയേഴ്സ് ഏജൻറ്റിന് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് പ്രോബ്ലി വാട്ട് ഐ തിങ്ക് എ ലോട്ട് ഓഫ് ബയേഴ്സ് ആർ ഓൾസോ തിങ്കിങ് നൗ, റൈറ്റ്? ആൻഡ് ദ റിയാലിറ്റി ഈസ്, ഈ ബയേഴ്സ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സർവീസ് അല്ല. ദിസ് ഈസ് ഓപ്ഷണൽ. Now the reality is, ഒരു ബയർക്ക് പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ they have two options. One is educate themselves really well how to buy that property for themselves, or approach a buyer's agent. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടും, അല്ലേ? അതായത് എന്തിനു വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങണം, എന്താണ് അവരുടെ ഒരു സ്ട്രാറ്റജി, എന്താണ് അവരുടെ ബൈയിങ് സ്ട്രാറ്റജി, എന്താണ് അവരുടെ എക്സിറ്റ് സ്ട്രാറ്റജി, ഏത് ലൊക്കേഷനിൽ വാങ്ങണം. ഓസ്ട്രേലിയയിൽ 10,000-ന് മേലെ സബർബുകളുണ്ട്. അതിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാം. ഇതിൽ ഈ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൊക്കേഷനിൽ ഏകദേശം ഒരു 80% മേലെ വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടിയേക്കാൾ കൂടുതൽ വെയിറ്റേജ് ആ പ്രോപ്പർട്ടി വാങ്ങുന്ന ലൊക്കേഷനാണ്, അതും ഏത് സമയത്ത് വാങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2026 ഏർലി 2026 വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചില എല്ലാ ലൊക്കേഷനുകളിലും വാങ്ങിപ്പോയി കഴിഞ്ഞാൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആവില്ല. അപ്പോൾ അത് പഠിക്കണം. പിന്നെ അതുപോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന ശരികളും തെറ്റുകളും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പഠിച്ചിട്ട് ഇത് ചെയ്യണം. പിന്നെ ഒരുപാട് വേറെ കുറേ ആൾക്കാർ, അത് ഒറ്റയ്ക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇത്. ഇതിനകത്ത് യു മൈറ്റ് വാണ്ട് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പ് വേണ്ടിയേക്കാം, ഒരു റൈറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മാനേജറുടെ ഹെൽപ്പ് വേണം ഇത് പിന്നീട് ഫ്യൂച്ചറിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇങ്ങനത്തെ പ്രൊഫഷണൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരെല്ലാം ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നത് ആക്ച്വലി ലെസ് ദാൻ ഒരു 1% ആൾക്കാർക്ക് മാത്രമേ അത്ര ഡീറ്റെയിൽഡ് ആയി പഠിക്കാനുള്ള സമയവുമുള്ളൂ, കേപ്പബിലിറ്റിയും ഉള്ളൂ. ഇത് രണ്ടും പഠിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് പോയിട്ട് റൈറ്റ് ടൈമിൽ ആക്ഷൻ എടുക്കുകയുള്ളൂ. ഇതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇതിന് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കുള്ള ഒരു സെക്കൻഡ് ഓപ്ഷനാണ് യു ഗോ വിത്ത് എ റെപ്യൂട്ടഡ്, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബയേഴ്സ് ഏജൻറ്റ്, നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ഒരു ബയേഴ്സ് ഏജൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ടു പേ ദാറ്റ് ബയേഴ്സ് ഏജൻറ്റ്, ബിക്കോസ് ദാറ്റ് company in itself is investing time on everything that they are doing for you. So have that extra budget to afford that buyer's agent to help you move ahead in your investment journey. നമ്മളിപ്പോൾ ഒരു ബയേഴ്സ് ഏജൻറ്റിനെ സമീപിക്കുന്നു, നമുക്കെല്ലാം ഫിനാൻഷ്യലി എല്ലാം സെറ്റാക്കി, നമ്മൾ ഒരു പ്ലാനുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി നമ്മൾ വാങ്ങാൻ പോകുന്നു. അപ്പോൾ ഒരു ബയേഴ്സ് ഏജൻറ്റിനെ സമീപിക്കുമ്പോൾ അവരെത്ര സമയം കൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ഫുള്ള് ഫിനിഷ് ചെയ്ത് എത്ര ടൈം എടുക്കും, അതിന് എത്ര സമയം എടുക്കും നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു ഡീല്? ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ദിസ് ഈസ് എ ഡബിൾ എഡ്ജഡ് സ്വോർഡ്. രണ്ടിടത്തും മൂർച്ചയുണ്ട്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് വാങ്ങിയെന്ന് കരുതിയിട്ട് അതൊരു നല്ല പർച്ചേസ് ആവില്ല. വളരെ റൈറ്റ് രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഡ്യൂ ഡെലിജൻസും ചെയ്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഒരുപാട് സമയമെടുത്ത് വാങ്ങിയാലും അതൊരു നല്ല പർച്ചേസ് ആവില്ല. നമുക്ക് ഇതിൻ്റെ മിക്സ് ഓഫ് രണ്ടും വേണം. അത് തന്നെയാണ് നമ്മുടെ കോസ്റ്റ്ലൈൻ അസറ്റ്സിൻ്റെ ഉള്ളിൽ വൺ ഓഫ് അവർ യുണീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വി നെവർ മേക്ക് എനി കോംപ്രമൈസ്. സ്റ്റാർട്ടിങ് ഫ്രം ഒരു
ഒരു ലോങ് ടേമിലോട്ടുള്ള ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ടുള്ള പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യുക, ലൈക്ക് എവറി സിംഗിൾ step or process in this entire property purchase journey, അതിന് നമ്മൾ വി ഗീവ് അത്രയ്ക്ക് 100% ഡീറ്റെയിൽ ഇൻ ടു അവർ പ്രോസസ്. അതിൻ്റെ കൂടെ തന്നെ ആസ് ഐ സെഡ് വി ട്രൈ അവർ ലെവൽ ബെസ്റ്റ് ടു പർച്ചേസ് വിത്ത് എന്താ പറയുക ആസ് ഷോർട്ട് ടൈം ആസ് പോസിബിൾ. കാരണം ഇൻ റിയൽ എസ്റ്റേറ്റിൽ ടൈം ഈസ് മണി. മോർ യു വെയിറ്റ് യു എൻഡ് അപ്പ് പേയിങ് മോർ ബിക്കോസ് ദ മാർക്കറ്റ്സ് ദാറ്റ് വി ആർ ബൈയിങ് ആർ ലൈക്ക് ഗ്രോയിങ് ഇൻ 10-15% എവറി ഇയർ. നമ്മുടെ ഒരു നോർമൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് വി ബൈ ഇൻ അബൌട്ട് ഒരു 45 days. ദാറ്റ്സ് ആൻ ഒരു ആവറേജ് ടൈം ലൈൻ ഫ്രം ദ ഡേ വെൻ ദിസ് പേഴ്സൺ ഈസ് റെഡി ടു ബൈ. കോസ്റ്റ് ലൈൻ അസറ്റ്സിന് മറ്റുള്ള ബയേഴ്സ് ഏജൻറ്റുമായിട്ട് എന്താണ് ഒരു ഡിഫറൻസ് ഉള്ളത്? എന്താണ് നമ്മുടെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ്? എന്നോട് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർത്താതെ ഒരുപാട് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ഇഫ് യു ഹാവ് ടു ലൈക്ക് ലെറ്റ്സ് എ പിക്ക് ദ ടോപ്പ് 3 റൈറ്റ്. ഒന്ന്, നമ്മുടെ കോസ്റ്റ് ലൈൻ അസറ്റ്സ് എന്ന് പറയുന്നത് വി ആർ നോട്ട് ജസ്റ്റ് ബൈയിങ് അനദർ പ്രോപ്പർട്ടി. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വി ആർ ഡിസൈനിങ് ദ ബിഗർ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ഫോർ അവർ ക്ലയൻറ്റ്സ്. കാരണം ഒരു പ്രോപ്പർട്ടി കൊണ്ട് മാത്രം ഒരാളുടെയും ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അവർ പ്രോപ്പർട്ടി അതൊരു കടത്തിൽ ഡെപ്റ്റിൽ വാങ്ങുന്നു ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഇയർ they end up paying the loan. അത് കടമൊക്കെല്ലാം തീരാൻ probably it would take 20-30 years. അപ്പോഴേക്കും that's not the time that you want to enjoy the benefit of all this property investment, right? You want to enjoy the benefit as early as possible, maybe before your retirement or early retirement, whatever you call it. അപ്പോൾ അങ്ങനെ ഒരു ഏർലി ബെനിഫിറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ you need to build a portfolio. ആ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് it could be a mix of multiple properties. It could be 3 properties, it could be 6 properties, depends on people. അങ്ങനെ ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഹാപ്പൻസ് അറൗണ്ട്. ഒന്ന്, നമുക്ക് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ക്ലയൻറ്റ്, അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അവരെ കൊണ്ട് എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുക, അവരുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അതെങ്ങനെ നമുക്ക് എന്താ പറയുക സെക്യൂർ ആക്കി വെക്കാൻ പറ്റും ഈ ത്രൂ ഔട്ട് ദ ജേർണി, അവരുടെ റിസ്ക് എക്സ്പോഷർ, റിസ്ക് അപ്പിറ്റൈറ്റ് എന്തൊക്കെയാണ്, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല അവർക്ക് പല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അല്ലേ. അതായത് അവർക്ക് പേഴ്സണൽ നെയിമിൽ വാങ്ങാം, ട്രസ്റ്റിൽ വാങ്ങാം, അല്ലെങ്കിൽ ദർ ആർ അതർ സൂപ്പർ അന്വേഷൻസ് ഉപയോഗിക്കാം. ഒരുപാട് രീതിയിൽ ദേ ക്യാൻ പ്ലേ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിം. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓൾവേസ് ലേണിംഗ്. വി ഓൾവേസ് ലേൺ വാട്ട് ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ദിസ് ഇൻഡസ്ട്രി ആർ. വി വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ ലൈക്ക് ഗ്രേറ്റ് അക്കൗണ്ടൻസ്, ഗ്രേറ്റ് മോർഗേജ് ബ്രോക്കേഴ്സ്, ഗ്രേറ്റ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്. അതായത് നമ്മുടെ ക്ലയൻറ്റിന് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സർവീസ് ഫോർ ദെയർ സിനാരിയോ ടു ഹെൽപ്പ് ദം ക്രിയേറ്റ് ദാറ്റ് സ്ട്രക്ചർ ഫോർ ദെയർ ജേർണി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻസും നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും എല്ലാം ഈ ഒരു പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് തുടങ്ങുന്ന സമയത്ത് യു സെറ്റ് അപ്പ് ദ ഫൗണ്ടേഷൻ, കുറച്ച് കഴിയുമ്പോൾ യു വുഡ് വാണ്ട് മോർ ക്യാഷ് ഫ്ലോ, അപ്പോൾ ക്യാഷ് ഫ്ലോ ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അതുപോലെ യു മിക്സ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഗ്രോത്ത് ആൻഡ് ക്യാഷ് ഫ്ലോ ആൻഡ് സംതിങ് ലൈക്ക് കുറച്ചും കൂടി കഴിയാൻ നേരത്ത് കുറച്ചും കൂടി 3-4 പ്രോപ്പർട്ടിയൊക്കെ ആവാൻ നേരത്ത് ചിലപ്പം സമൺ വുഡ് വാണ്ട് ടു ബി മോർ ആക്റ്റീവ്, ഡു സം സബ് ഡിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം അവർക്ക് വേണ്ട രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ we also have a clear view when to exit from these properties. അതായത് അപ്പോൾ അവർക്ക് അവരുടെ ഈ പറഞ്ഞ ലോങ് ടേം ഗോൾ എന്താണോ ത്രൂ ദിസ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വി ഹെൽപ്പ് ദം സെറ്റ് ദാറ്റ് പ്രോപ്പർട്ടി സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് ഓൺ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബേസിസ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മെയിൻ ദ മെയിൻ സർവീസ് ദാറ്റ് വി പ്രൊവൈഡ് റാദർ ദാൻ ജസ്റ്റ് ബൈയിങ് അനദർ പ്രോപ്പർട്ടി. രാകേഷ് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ച് രാകേഷ് പറഞ്ഞല്ലോ. അതിൽ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യത്തിനായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ ആ ഒരു ടൈമിൽ അയാൾ മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ സെയിം പേഴ്സൺ നമ്മളൊരു 4 വർഷം കഴിയുമ്പോൾ ആൾക്കൊരു പ്ലാൻ വരുന്നു, നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങണം. അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ ഈ 4 വർഷക്കാലത്തേക്ക് നമ്മളെങ്ങനെ ആ ഒരു ക്ലയൻറ്റിനെ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് എങ്ങനെ രാകേഷിലേക്ക് തന്നെ എത്താൻ പറ്റുന്നു? അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ക്ലയൻസിനും അവരുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മുതൽ തന്നെ ഈ നമ്മളൊരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മുടേതായിട്ടുള്ള തന്നെ കോസ്റ്റ് ലൈൻ അസറ്റ്സിൻ്റെ ഒരു ഇൻ ഹൗസ് ആയിട്ടുള്ളൊരു ടൂൾ തന്നെ ഉണ്ട് നമുക്ക്. അപ്പം ഈ സ്ട്രാറ്റജി ഡിസൈനിങ്ങിൽ
വി ആർ ഓൾറെഡി എന്താ പറയുക ഡിസൈനിങ് വാട്ട് ദ ഫ്യൂച്ചർ പർച്ചേസസ് ആർ. അതായത് അവരായിട്ട് എഗ്രി ചെയ്ത് അവരുടെ ഒരു എന്താ പറയുക ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രോബബ്ലി വാട്ട് വി ആർ ഡിസൈനിങ് ഈസ് ഈ ഒന്നാമത്തെ പ്രോപ്പർട്ടി 2026 വാങ്ങുന്നതെങ്കിൽ പ്രോബ്ലി അടുത്ത 3 പ്രോപ്പർട്ടീസ് അടുത്ത 5 വർഷത്തിലായിരിക്കും നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അതിന് ഡിസൈൻ ചെയ്യാനുള്ള വൺ ഓഫ് ദ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് വി മൈറ്റ് അസ്യൂം ഒരു ലെറ്റ്സ് ഒരു 10 to 12% ഗ്രോത്ത്. അത് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത പ്രോപ്പർട്ടി നമ്മൾ 2027 ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഇനി പ്രോപ്പർട്ടി വാങ്ങി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡിൽ ഒരു എവറി 3 to 6 months വി സീ ഹൗ അവർ പ്രോപ്പർട്ടീസ് ആർ പെർഫോമിങ്. ഇപ്പോൾ ഒരു 600,000 ഒരു പ്രോപ്പർട്ടി നമ്പർ 1 നമ്മുടെ ക്ലയൻറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവറി 3 to 6 months വി സീ നമ്മളിപ്പം ആനുവലി 12% പ്രെഡിക്റ്റ് ചെയ്തു. അതേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നുണ്ടോ, ഇത് 12% കൂടുതൽ ഗ്രോ ചെയ്തോ 12% കുറവ് ഗ്രോ ചെയ്തോ. അപ്പോൾ വെനെവർ വി സീ ദാറ്റ് പോയിന്റ്, അതായത് നമ്മുടെ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ എപ്പോഴാണോ ആൾ റെഡി ആവുന്നത്, കാരണം അതിന് വേണ്ടിയിട്ട് ഹി ഓർ ഷീ മൈറ്റ് നീഡ് മേ ബി അനദർ $100,000 ഇക്വിറ്റി ദാറ്റ്സ് കമ്മിങ് ഔട്ട് ഫ്രം ദ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. അല്ലേ, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 1 വർഷത്തിൽ റെഡി ആകുമെന്നാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ചിലവർക്ക് അത് 8 മാസത്തിൽ ഹാപ്പൻ ആവും, ചിലവർക്ക് ചിലപ്പം അത് 14-15 months എടുക്കും ഹാപ്പൻ ആവാൻ വേണ്ടിയിട്ട്. കാരണം ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്കറ്റ്, നമുക്ക് ഒരു ആരടുത്തും ഒരു ദർ ഇസ് നോ ക്രിസ്റ്റൽ ബോൾ വേർ വി ക്യാൻ പ്രെഡിക്റ്റ് 100% റൈറ്റ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാം, പക്ഷേ മോർ ഓർ ലെസ് വി വിൽ നോ വെൻ എവർ ദിസ് പേഴ്സൺ ഈസ് റെഡി ടു ബൈ ദ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പ്രോപ്പർട്ടി പെർഫോമൻസ് നമ്മൾ എവരി 6 months ഈ ക്ലയൻറ്റിൻ്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അപ്പം റെഡി ആവാൻ നേരത്ത് വി വിൽ ഷെയർ ദാറ്റ് ഇൻഫർമേഷൻ വിത്ത് ദ ക്ലയൻറ്റ്. നിങ്ങളിപ്പോൾ റെഡി ആണ്, നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ പ്ലാൻ പോലെ മുന്നോട്ട് പോയി അടുത്ത ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങൾ റെഡിയാണോ. സോ ദാറ്റ് ഈസ് ദ ടൈം വെൻ വി അഗെയിൻ റീ എൻഗേജ് ദ ക്ലയൻറ്റ് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്ലയൻറ്റ്സ് ഇൻട്രസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. അപ്പോൾ ഇത്രയും നേരം നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ തുടങ്ങുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചും പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇത് സെല്ല് ചെയ്യുന്ന ഒരു പോയിന്റിലെത്തുമ്പോൾ, അതായത് നമ്മളത് വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, ആ ഒരു ടൈമിൽ ഒരു ബയേഴ്സ് ഏജൻറ്റിന് ആ ഒരു ഇൻവെസ്റ്ററിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു ഇത് എല്ലാ ബയേഴ്സ് ഏജൻറ്റും ഈ ഒരു സാധനം ചെയ്തുകൊള്ളണം എന്നില്ല. പക്ഷേ നമ്മുടെ കോസ്റ്റ് ലൈൻ അസറ്റ്സ് ബയേഴ്സ് ഏജൻസീൻ്റെ നേരത്തെ പറഞ്ഞ പോലെയുള്ള യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻസിൻ്റെ വൺ ഓഫ് ദ മേജർ തിങ് ആണ്. അതായത് വി ഓൾസോ ഡിസൈൻ ദ എക്സിറ്റ് സ്ട്രാറ്റജി ഫോർ അവർ ക്ലയൻറ്റ്സ്. അതായത് ഈ ഫണ്ടമെൻ്റലി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി വർത്ത് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് വിൽ ഹിറ്റ് യുവർ ബാങ്ക് വെൻ യു സെൽ ഇറ്റ്. എത്ര പ്രോപ്പർട്ടി കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അവസാനം വിറ്റ് വരുന്ന സാധനമല്ലേ നമുക്ക് കാശായിട്ടോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ. അപ്പം ഇതിൽ ഈ വിൽപ്പന വരാൻ നേരത്ത് ദർ വുഡ് ബി എ ലോഡ് ഓഫ് അഡീഷണൽ കോസ്റ്റ്. ഇപ്പോൾ ഒരു വലിയൊരു ചേഞ്ച് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്നതാണ്, നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. അതായത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗെയിൻസ് എല്ലാം, അതായത് എനി ക്യാപിറ്റൽ ഗെയിൻസ് ദാറ്റ് യു ഗെറ്റ് ത്രൂ എ പ്രോപ്പർട്ടി അത് ടാക്സബിൾ ആണ്, റൈറ്റ്. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ 50% ദർ ഇസ് എ ഡിസ്കൗണ്ട് ഫോർ ദ ഗെയിൻസ് ദാറ്റ് യു ഹാവ്. പക്ഷേ ഈ ടാക്സ് സിറ്റുവേഷൻസ് ഒക്കെ ഫ്യൂച്ചറിൽ മാറാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വേറൊരു യുണീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാം, അല്ലെ. ഒന്നുകിൽ ബൈ ആൻഡ് ഹോൾഡ് ഫോർ വലിയ ഒരു ലോങ് ടേമിലോട്ട് പ്രോപ്പർട്ടി വാങ്ങാം, അല്ലെങ്കിൽ ഒരു മീഡിയം ടേമിലോട്ട് ഒരു 5 to 6 year ടേമിലോട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഷോർട്ട് ടേമിലോട്ട് വീടുകൾ വാങ്ങാം. യു ബൈ, റിനോവേറ്റ്, ഇംപ്രൂവ് ദ വാല്യൂ ആൻഡ് ദെൻ സെൽ ഇറ്റ് ഓഫ് ഇൻ ദ മാർക്കറ്റ്. പല രീതികൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഇൻവെസ്റ്റർ ഈ ഒരു ജേണിയിൽ എവിടെയാണ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റർ ആണെങ്കിൽ വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകൾ എടുക്കും. അതല്ല വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കംഫർട്ട് ലെവൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരോ എക്സിറ്റ് സ്ട്രാറ്റജീസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം, ഏത് പ്രൈസ് പോയിന്റിൽ ഇറങ്ങണം, അതെല്ലാം വി വിൽ ബി ദർ ത്രൂ ഔട്ട് ദ ജേർണി ഇൻ ദിസ് ടിൽ ദ ടൈം
they exit from these properties. ഇപ്പോൾ രാകേഷ് പറഞ്ഞ പോലെ നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുന്നു എന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതൊരു ടൈം ഫിക്സ് ചെയ്ത് നമുക്കൊരു ആവറേജ് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു 12 ഇയറിൻ്റെ ഒരു പീരീഡിൽ നമ്മളൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ. അപ്പോൾ ഒരു 6 ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ രാകേഷ് ഇങ്ങനെ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നു ആ ഒരു 6 ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു നല്ലൊരു ബൂം ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ അതൊരു സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് രാകേഷിന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ രാകേഷ് അവരോട് ഡയറക്റ്റ് സജസ്റ്റ് ചെയ്യുമോ ഈ ടൈമിൽ, അപ്പോൾ അതായത് 12 ഇയേഴ്സ് പ്ലാൻ ചെയ്തത് 6 ഇയേഴ്സിൽ കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് സെല്ല് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണോ പ്ലാൻ ചെയ്യുന്നത്, അതോ എഗെയിൻ നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കാനാണോ രാകേഷിൻ്റെ ഒരു പ്ലാൻ, എന്തായിരിക്കും? ഇത് അഗെയിൻ ഒരു വളരെ പ്രാക്ടിക്കൽ സിനാരിയോ, റൈറ്റ്? അതായത് ഈ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എപ്പോഴും ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു മാക്സിമം ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടുകയുള്ളൂ. ഇപ്പം ഗവൺമെൻറ് എല്ലാ ഇത് ടാക്സ് റീഫോംസ് ആർ ഓൾ മൂവിങ് ഇൻ എ ഡിറക്ഷൻ വിച്ച് ഈസ് സപ്പോർട്ടിങ് ലോങ് ടേം ഹോൾഡിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ്. ക്വിക്ക് ട്രാൻസാക്ഷൻസ് അത്രയധികം ബെനിഫിറ്റ് കിട്ടില്ല ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് ട്രാൻസാക്ഷണൽ കോസ്റ്റ് ദാറ്റ്സ് ഇൻവോൾവ്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വളരെ ഫോക്കസ്ഡ് ആയി വി സ്പെൻഡ് collectively, our team members, everyone put together, we collectively put together more than 100 hours of research every single week. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഓരോരോ പ്രോപ്പർട്ടി മാർക്കറ്റ്സും ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു ടിപ്പിക്കൽ പ്രോപ്പർട്ടി സൈക്കിൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പൊതുവേ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി ഒരു ബൂം സൈക്കിൾ ഉണ്ടാവും, ഇത് ഏർലി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അത് കഴിഞ്ഞ് ദർ വിൽ ബി ഒരു ചെറിയൊരു കറക്ഷൻ വരും, എന്നിട്ട് കുറച്ചൊരു പ്രൊലോങ്ഡ് ആയിട്ട് ഒരു വളരെ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ വളരെ ഒരു മിനിമൽ ഗ്രോത്തിൽ കുറച്ചൊരു ലോങ്ങർ പീരീഡ് ഉണ്ടാവും. പിന്നെയും ഇതുപോലെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഈ ലോങ് ടേം ഹോൾഡ് എല്ലാം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2 ബൂം സൈക്കിൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോങ് ടേമിലോട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വി ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ്സ്. അതാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് കുഡ് പ്രോബബ്ലി ബി ലെറ്റ്സ് സേ ഡബിളിംഗ് ദ വാല്യൂ ഇൻ വാട്ട് എവർ 7-8 ഇയേഴ്സ്, ആ ഒരു രീതിയിലുള്ള ഒരു അസംഷൻ. ഈ ഒരു റിസർച്ചിൻ്റെ സമയത്ത് നമ്മൾ കാണുകയാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് 12 വർഷത്തിൽ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് 8 വർഷം 9 വർഷത്തിൽ കിട്ടുകയാണെന്ന് നമ്മൾ റിസർച്ചിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ലെറ്റ് ദം നോ ഇൻ അഡ്വാൻസ്. ചിലപ്പം അത് കുറച്ച് കൂടുതൽ നേരം പിടിച്ചു വെക്കേണ്ടി വരും. എഗെയിൻ വി ആർ ടോക്കിംഗ് വളരെ ഫ്യൂച്ചറിസ്റ്റിക്കുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ദാറ്റ് ഈസ് വാട്ട് നമ്മുടെ ടീമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ചിൽ എപ്പോഴും ടോപ്പാക്കി ഇരുന്നുകൊണ്ട്, അതായത് സാധാരണ ഒരു എന്താ പറയുക, ഒരു സാധാരണ ആള് അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ ഈ ഒരു ലോങ് ടേമിലോട്ടും എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് താങ്ക് യു കിരൺ. അപ്പോൾ കിരൺ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് സൂപ്പർ ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആസ്ക്. കാരണം ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സിനും ഉള്ളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചോദ്യം തന്നെയാണ് കിരൺ ചോദിച്ചത്. ഐ ഹോപ്പ് ഇറ്റ് ക്രിയേറ്റഡ് സം വാല്യൂ. ആൻഡ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും if you want us to discuss more of these questions, keep sharing your questions in comments and let us know what you want to hear more from us. Again, support us by maybe liking this, sharing this video with someone whom you think would be beneficial through this video. Idil Kiran, I hope you also probably have better understanding of the questions while we discussed. Endana Kirante overall feedback? താങ്ക് യു രാകേഷ്. ആക്ച്വലി ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് ക്ലിയറായി കിട്ടി. മേ ബി ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കും തോറും നമുക്ക് ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ. അതിനും നമുക്കൊരു ക്ലാരിറ്റി, ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഒരു പോയിന്റിലൂടെ നമുക്കത് കിട്ടും. ഇപ്പോൾ പറഞ്ഞ എല്ലാ ഒരു ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.